വളരെ പരിചിതമായതും കഴിഞ്ഞ ആഴ്ച ഒക്കെ എൻ്റെ മനസ്സിൽ കർത്താവ് നൽകി തന്നൊരു ചിന്ത ദൈവമക്കളുമായി ഞാൻ പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവ വചന ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായത്തിൽ നിന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 49 അധ്യായം അതിൻ്റെ 2 വാക്യം ഇവിടെ പരസ്യമായിട്ട് വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം അതിൻ്റെ 2 വാക്യം. ഈ വചനങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. വചനം ഇങ്ങനെ പറയുന്നു: അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തൻ്റെ ഭൂണിയിൽ എന്നെ മറച്ച് വെച്ചു. ഈ വചനവുമായിട്ട് എല്ലാവരും അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്താട്ട്. എല്ലാവരും സ്തോത്രം ചെയ്താട്ട്. ഒരു വലിയ ദൈവപ്രവൃത്തി ഈ വചനത്തിനകത്തൂടെ ഇന്ന് പകൽ ഇവിടെ വെളിപ്പെടുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണമേ. അതരങ്ങളെ തുറന്ന് അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്യാമോ? നാം അടുത്ത ഏതാണ്ട് ഒരു 50 മിനിറ്റ് സമയം ദൈവവചനത്തിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. ഒരു ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടുവാൻ, കർത്താവിൻ്റെ നാമം ഇവിടെ മഹിമപ്പെടുവാൻ, കർത്താവിൻ്റെ ശക്തി ഇവിടെ വ്യാപരിപ്പാൻ, ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ വെളിപ്പെടുവാൻ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇവിടെ വെളിപ്പെടണം. അഭിഷേകത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കണം. വാ തുറന്ന് ഒന്ന് സ്തോത്രം പറയാമോ? ആധരം തുറന്ന് സ്തോത്രം പറയാമോ? ദൈവ വചനത്തിന്റെ ശക്തി ഇവിടെ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം പറഞ്ഞാട്ട് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഈ വചനം എന്ത് പറയുന്നോ ആ വചനത്തിന്റെ ശക്തി ഇതിനകത്ത് സംഭവിക്കണം. ഈ വചനം എന്ത് പറയുന്നു ആ വചനം അതുപോലെ ദൈവ ജനത്തിന് വിടുതലായി വെളിപ്പെടണം. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം ഇവിടെ വെളിപ്പെടണം. അതരം തുറന്ന് അതെ ഒരൊറ്റ മിനിറ്റ് എല്ലാവരും ഒന്നിച്ചൊന്ന് ഒന്നിച്ച് പ്രാർത്ഥിച്ച് ശക്തമായ ദൈവപ്രവൃത്തി, ശക്തമായ ആത്മോത്ഥാനം യേശു കർത്താവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ മൗനമായിട്ടിരിക്കാതെ, കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മൗനമായിട്ടിരിക്കാതെ, അശ്രദ്ധയായിട്ടിരിക്കാതെ അതെ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ കരമുയർത്തി പിടിച്ചേ. ഇന്ന് പകൽ ദൈവപ്രവൃത്തിയുടെ പകലാണെന്ന് വിശ്വസിച്ച് സ്തോത്രം പറഞ്ഞേ. ആ വചനം ഒന്ന് ഉരുവിട്ട് പറഞ്ഞേ. അവൻ എൻ്റെ വായ് മൂർച്ചയുള്ള വാൾ പോലെ ആക്കി തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തൻ്റെ ഭൂണിയിൽ മറച്ച് വെച്ചു. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. വളരെ പരിചിതം. ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഈ വചനം വായിച്ചു വിട്ടതാണ്. എന്നാൽ എൻ്റെ പ്രാർത്ഥനകളിൽ ഈ വചനങ്ങളിൽ നിന്ന് ആഴമേറിയൊരു ചിന്ത പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനത്താൽ ഇന്ന് പകൽ കൈമാറുമ്പോൾ അത് സഭയ്ക്കും കുടുംബങ്ങൾക്കും അതൊരു ദൈവപ്രവൃത്തിയായി വെളിപ്പെടുക. വളരെ ദൈവ സാന്നിധ്യം ഇവിടെ അനുഭവിക്കുന്നുണ്ട്. ഇതെൻ്റെ യേശു കർത്താവിനുള്ളൊരു പ്രവചനമാണ്. 66 പുസ്തകങ്ങളാണ് 66 അധ്യായങ്ങളാണ് യെശയ്യാ പ്രവചനത്തിൽ ഉള്ളത്. ബൈബിളിൽ എത്ര പുസ്തകങ്ങളാ?
66 പുസ്തകങ്ങൾ, 39 പഴയ നിയമ പുസ്തകങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ. ആ കണക്കിൽ തന്നെ 39 അധ്യായം പോലെ ന്യായവിധിയുടെ അധ്യായങ്ങൾ. ആദ്യത്തെ 39 പഴയ നിയമത്തിലെ വാണിങ്സ് പോലെ വാണിംഗ് ആണ് 39. എന്നാൽ 40 മുതലുള്ള 66 വരെയുള്ള 27 അധ്യായങ്ങൾ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. മറിച്ച് വന്നിരിക്കുന്നത് യേശു ക്രിസ്തുവാകുന്ന തൻ്റെ ദാസനെ കുറിച്ചുള്ള അരുളപ്പാടുകളാണ് 40 മുതലുള്ള അധ്യായങ്ങളിൽ വന്നിരിക്കുന്നത്. സ്തോത്രം പറയാമോ? വളരെ ശക്തമായ ദൈവിക ആലോചനകളാണ് യെശയ്യാ പ്രവചനത്തിലൂടെ കൈമാറിയിരിക്കുന്നത്. തൻ്റെ ദാസന്റെ ദൗത്യമാണ് ഇപ്പോൾ വായിച്ച അധ്യായങ്ങളിലെ പ്രതിപാദ്യ വിഷയം. അതായത് യേശു കർത്താവിൻ്റെ മിഷൻ, യേശു കർത്താവിൻ്റെ ദൗത്യം, യേശു കർത്താവിൻ്റെ പ്രവൃത്തി, കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ആത്മാവ് മുൻപ് കൂട്ടി യേശു കർത്താവ് ജനിക്കുന്നതിന് 800ഓളം വർഷങ്ങൾക്ക് മുൻപ് അരുളി ചെയ്യുന്ന ഭാഗമാണ് യെശയ്യാ പ്രവചനം 49 പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ദാസൻ എന്നുള്ള വിഷയത്തിൽ, അതായത് യേശു കർത്താവിനെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്, അവൻ എൻ്റെ വായ്. അതെ, യേശു കർത്താവിനോടുള്ള പ്രവചനത്തിലാണ് വിളിച്ചിരിക്കുന്നത്. അവൻ എൻ്റെ വായ് മൂർച്ചയുള്ള വാൾ പോലെ ആക്കി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ചേർന്ന് പറ, മൂർച്ചയുള്ള വാള് പോലെയാക്കി. എല്ലാവരും പറഞ്ഞില്ലല്ലോ, അതിനെ തുറന്നെന്ന് പറയാമോ? എൻ്റെ വായ് മൂർച്ചയുള്ള വാള് പോലെ ആക്കി. രണ്ടാമത്തെ വിഷയമായിട്ട് പറഞ്ഞു, അവൻ എന്നെ ഒരു മിനുക്കിയ അമ്പാക്കി തൻ്റെ ഭൂണിയിൽ മറച്ച് വച്ചു. 2 കാര്യങ്ങൾ അവിടെ പ്രസക്തമാണ്. ഒന്ന്, ഒരു മൂർച്ചയുള്ള വാള്. 2, ഒരു മിനുക്കിയ അമ്പ. ഇത് രണ്ടിൻ്റെയും ഒരു പ്രധാന വിഷയം അവിടെ പറഞ്ഞിരിക്കുന്നു. അത് പുറത്തെടുക്കുവാൻ സമയമായില്ല, മറിച്ച് ഇങ്ങനെയാ പറഞ്ഞത്, ആ മൂർച്ചയുള്ള വാളിനെ കൈയുടെ നിഴലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. He has hidden me. എന്നെ മറച്ചു വെച്ചിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, എന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതെ, ആ ദൈവത്തിൻ്റെ ഭൂണിക്കകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ മറച്ചു വെച്ചിരിക്കുകയാണ്, ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അർത്ഥം ഇങ്ങനെയാണ്, സമയം വന്നില്ല, സമയം ആയില്ല. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തിന് പുറത്തെടുക്കുന്നതിനൊരു പ്രത്യേക സമയമുണ്ട്. സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കോ. ദൈവത്തിനൊരു സമയമുണ്ട് പുറത്തെടുക്കുവാൻ. ദൈവം ഒരു ബ്രാക്കറ്റ് പീരീഡിൽ തൻ്റെ ദാസനെ പുറത്തെടുക്കാതെ മറച്ചു വെച്ചു, കൈയുടെ നിഴലിൽ ഒളിപ്പിച്ചു വെച്ചു. He has concealed me എന്ന് പറയുന്നു. അർത്ഥം ഞാൻ പറയാം. ഈ ഭിത്തിക്കകത്തുകൂടെ പൈപ്പ് പോകുന്നുണ്ട്, ഈ ഭിത്തിക്കകത്തുകൂടെ പൈപ്പിനകത്ത് വയറ് പോകുന്നുണ്ട്. ആ വയറിങ്ങിന് പറയുന്ന പേരെന്താണെന്നറിയാമോ? ഇലക്ട്രീഷ്യന്മാരിവിടെ ഉണ്ടല്ലോ. അങ്ങനെ ചെയ്യുന്ന വയറിങ്ങിന് എന്താ പറയുന്നേ? കൺസീൽഡ് വയറിങ്. കൺസീൽഡ് വയറിങ് എന്നാ പറയുന്നത്. അർത്ഥം ഇങ്ങനാണ്, ഭിത്തിക്കകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക പൈപ്പ്, ഭിത്തിക്കകത്ത് മറച്ചു വെച്ചിരിക്കുക പൈപ്പ്. ആ പൈപ്പ് കാണത്തില്ല, അതിനകത്തെ വയറ് കാണത്തില്ല, പക്ഷേ അത് പ്രവർത്തിപ്പിക്കുവാൻ ഇത് കാരണമായി തീരുന്നു. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ ചേർത്ത് പറയാ, എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ കൈയുടെ നിഴലിൽ ദൈവം ഒളിപ്പിച്ചു വച്ചിരിക്കുക, കൺസീൽഡ് ചെയ്തിരിക്കുക. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണെങ്കിലും അടുത്ത ചില നിമിഷങ്ങൾ ഞാൻ ഈ വചനം പറയുമ്പോൾ ചിലര് പുറത്തു വരണം, ചിലരെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ചിലരെ പുറത്തു കൊണ്ടുവരുവാൻ. അതുകൊണ്ട് ഈ ആരാധനയിൽ മൗനമായിട്ടിരിക്കുകയല്ല, എന്നെ പുറത്തു കൊണ്ടുവരുവാൻ പ്രാർത്ഥിച്ചു. യെസ്, ദൈവത്തിന്റെ സമയം ഇന്ന് വെളിപ്പെടട്ടെ.
യെസ്, ദൈവത്തിനൊരു സമയമുണ്ട്. രണ്ട് ചിന്ത: ഒന്ന്, ഒളിപ്പിച്ചു വെച്ചു; രണ്ട്, മറച്ചു വെച്ചു. He has concealed me and he has hidden me. അതെ, എന്നെ മറച്ചു വെച്ചു, എന്നെ ഒളിപ്പിച്ചു വെച്ചു. യേശു കർത്താവിന് വഴിയൊരുക്കുവാനായി ഒരു 400 വർഷം മിണ്ടാതെയും ഇരുന്നു. മലാക്കിക്കും മത്തായിക്കും ഇടയിൽ ഒരു ചരിത്രമുണ്ട്. ബൈബിൾ സ്കൂളിൽ പോയിട്ടുള്ളവർക്കറിയാം. അതിന് പറയുന്ന പേരാണ് ഇടക്കാല ചരിത്രം, അല്ലെങ്കിൽ ഇന്റർ ടെസ്റ്റ്മെന്റ് പീരീഡ് എന്ന് പറയും. ഇന്റർ ടെസ്റ്റ്മെന്റ് പീരീഡ്, അതിന് പറയുന്നതാണ് ഇടക്കാല ചരിത്രം. മലാക്കിക്കും മത്തായിക്കും ഇടയ്ക്ക് ഒരു ബ്രാക്കറ്റ് പീരീഡ്. പ്രവാചക ശബ്ദമില്ല, എഴുത്തുകളില്ല, യാതൊന്നുമില്ല. നിശബ്ദമായിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇടക്കാല ചരിത്രം എന്തിനായിരുന്നെന്നറിയാമോ? യേശുക്രിസ്തുവിന് വഴിയൊരുക്കാൻ വേണ്ടി, യേശുക്രിസ്തുവിന് പാതയൊരുക്കുവാൻ വേണ്ടി. അതെ, കൾച്ചറൽ സിസ്റ്റം മാറി, രാജ്യത്തിൻ്റെ റോഡുകൾ മാറി, എല്ലാം പുതിയതായി, ഭരണ സംവിധാനങ്ങൾ മാറി, ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. സ്പിരിച്വലി ആത്മീയ തലം മാറി, റിലീജിയസിലെ മതപരമായ തലങ്ങൾ മാറി, എല്ലാം പുതിയതായി. പക്ഷെ ആ കാലഘട്ടത്തിൽ യാതൊരു ദൈവിക ശബ്ദവുമില്ല. ഞാൻ ഇങ്ങനെ പറയാം, ദൈവം ഒരു വഴി ഒരുക്കുമ്പോൾ ചില കാലഘട്ടം ഒരു ശബ്ദവും കാണത്തില്ല. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? തക്ക സമയത്ത് വഴി ഒരുക്കാൻ വേണ്ടി, വെളിപ്പെടുത്താൻ വേണ്ടി ചിലത് നിശബ്ദ പീരീഡായിരിക്കും. നിശബ്ദ പീരീഡിലായിരിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പുറത്തു കൊണ്ടുവരും. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പൊക്കിയെടുക്കും. അതുകൊണ്ടാ ഗലാത്യ ലേഖനത്തിൽ പൗലോസ്ലേഖ 4 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പദമുണ്ട്. വളരെ ശ്രദ്ധനീയോ കാലിക പ്രസക്തവുമായൊരു വചനമാണ്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി ഭൂമിയിലേക്ക് അയച്ചു. അല്ല, നിയോഗിച്ചങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? നിയോഗിച്ച് അയച്ചു. എന്തൊരു പദമാണത്! നിയോഗിച്ചയച്ചത്. എപ്പോൾ? കാലസമ്പൂർണതകൾ വന്നപ്പോൾ. ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവര് അത് വായിച്ചറിയ. അതെ, വായിച്ചാൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. ദി ഫുൾനെസ് ഓഫ് ടൈം ഹാസ് കം, ദി അപ്പോയിന്റഡ് ടൈം ഹാസ് കം. ആ കൃത്യമായ സമയം വന്നപ്പോ, വ്യക്തമായ സമയം വന്നപ്പോ അല്ല, ദൈവത്തിന്റെ സമയമായപ്പോൾ. അതാണ് കാലസമ്പൂർണത എന്ന വാക്കിന്റെ അർത്ഥം. ദൈവത്തിന്റെ സമയം വന്നപ്പോ. വിശ്വസിക്കുന്നവര് പറ, ദൈവത്തിനൊരു സമയമുണ്ട്, ദൈവത്തിനൊരു ഫുൾനെസ് ഓഫ് ടൈം ഉണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? മറച്ചു വെക്കുന്നതിനൊരു ടൈം പീരീഡ് ഉണ്ട്, ഒളിച്ചു വെക്കുന്നതിനൊരു ടൈം പീരീഡ് ഉണ്ട്. അത് വെളിപ്പെട്ട് വരട്ടെ, അത് വെളിപ്പെട്ട് വരട്ടെ, പുറത്തേക്ക് വരട്ടെ. കുറെ നാളുകളായി നിശബ്ദമായിട്ടിരിക്കുകയായിരിക്കാം. നിരാശ മാത്രമായിരിക്കാം ജീവിതത്തിലുള്ളത്. ഇല്ല, ദ എക്സാക്ട് ടൈം, അങ്ങനെയും ഒരു ട്രാൻസ്ലേഷനിൽ ഞാൻ കണ്ടു. എക്സാക്ട് ടൈം അല്ല, ദി അപ്പോയിന്റഡ് ടൈം. അപ്പോയിന്റഡ് ടൈം എനിക്ക് ചൂടത് അല്പം കൂടെ നല്ലതായിട്ട് തോന്നുന്നു. സ്തോത്രം. ഇവിടെ കാണിച്ചിരിക്കുന്ന NKJV ആണെന്ന് തോന്നുന്നു. ബട്ട് when the fullness of the time was come, the fullness of time, ദൈവ പ്രവൃത്തിയുടെ സമയം. He has concealed me, അവൻ എന്നെ മറച്ചു. He has hidden me, അവൻ എന്നെ മറച്ചു. പക്ഷേ മറച്ചു വെച്ചിരിക്കുമ്പോഴും എങ്ങനെ വെച്ചിരിക്കണമെന്നറിയാമോ? പറ. ഒരു മിനുക്കി അമ്പായിട്ടും ഒരു മൂർച്ചയുള്ള വാളായിട്ടും. അതെ, അഭിഷേക നാവിലുള്ള ദൈവ പൈതലേ, ഒരു ബ്രാക്കറ്റ് പീരീഡ് ശബ്ദമില്ലാതിരുന്നാൽ, ഒരു ബ്രാക്കറ്റ് പീരീഡ് നിന്നെ ഉപയോഗിക്കാതിരുന്നാൽ, ഒരു ബ്രാക്കറ്റ് പീരീഡ് ശൂന്യതയായിരുന്നാലും എൻ്റെ ദൈവം പറയുന്നു, ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവത്തിൻ്റെ സമയം വെളിപ്പെടുമ്പോൾ പുറത്തു വരാൻ കൽപ്പിക്കൂ.
അതിന് നിയോഗിച്ചയക്കോ, നിയോഗിച്ചയക്കോ. അതെ, നിയോഗിച്ചയക്കോ. അവൻ ബേത്ലഹേമിൽ ജനിക്കുവാൻ വേണ്ടി നിയോഗിച്ചയച്ചു. ബേത്ലഹേമിലോട്ട് നിയോഗിച്ചയച്ചു. ഞാനിങ്ങനെ പറയാം, ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞത്, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചത് അത്യുന്നതന്റെ ശക്തിയാൽ സംഭവിച്ചു. അത്യുന്നതന്റെ ശക്തിയാൽ. യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നത്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. ഈ പകലിൽ പുറത്തെടുക്കുമ്പോൾ ശക്തി വരും, പുറത്തെടുക്കുമ്പോൾ ശക്തി വരും. ചിലരൊക്കെ ഒളിഞ്ഞിരിക്കുക. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇന്ന് പകൽ പുറത്തു വരണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പുറത്തു വരണം. ഭൂണിക്കകത്തുനിന്ന് പുറത്തു വരണം. ശക്തിയോട് നിങ്ങൾ പുറത്തു വരണം. അധികാരത്തോടെ പുറത്തു വരണം. അഭിഷേകത്തോടെ പുറത്തു വരണം. ആത്മനിയോഗത്തോടെ പുറത്തു വരണം. യേശു കർത്താവ് തക്ക സമയത്ത് നിയോഗിച്ചയച്ചെങ്കിൽ, അപ്പോയിന്റഡ് ടൈം വന്നെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ ചേർത്ത് പറയാം, ദൈവത്തിന്റെ സമയമായി. ഇനി മറച്ചു വെക്കുവാനല്ല, ഒളിച്ചു വെക്കുവാനല്ല, ദൈവത്തിന്റെ സമയത്തിനായി. ആഗ്രഹിക്കുന്നവരെ കരമുയർത്തിപ്പിടിച്ചോ. ആഗ്രഹിക്കുന്നവരെ കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. ഇത് ഇന്ന് പകൽ ഞാൻ വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ ചില ദിവസങ്ങളിലാണ് ദൈവാത്മാവനോട് പറഞ്ഞത്, ദൈവം ചിലരെ പുറത്തെടുക്കാൻ പോകുക, ദൈവം ഉപയോഗിക്കാനായിട്ട് പോവുകയാണ്. ദൈവം ഉപയോഗിക്കുവാനായിട്ട് പോവുക. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പോവുകയാണ്. അതെങ്ങനെ പാസ്റ്ററേ? അത്യുന്നതന്റെ ശക്തി വരുമ്പോൾ, the fullness of time has come, exact time വരുമ്പോൾ ദൈവത്തിന്റെ നിയോഗം വരും. ദൈവം നിയോഗിച്ചയക്കും. ദൈവത്തിന്റെ നിയോഗം വരും. ദൈവത്തിന്റെ നിയോഗങ്ങൾ കുടുംബങ്ങളിലേക്ക് വരട്ടെ. അഭിഷേകം, അധികാരം, ഓർഡർ കുടുംബങ്ങളിലേക്ക് വരട്ടെ. കരം തട്ടി അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തിക്ക്. കർത്താവേ, ഇന്ന് പകൽ ദൈവപ്രവൃത്തിയുടെ ദിവസമാക്കണമേ. ഇന്ന് പകൽ ദൈവമഹത്വത്തിന്റെ ദിവസമാക്കണമേ. ദൈവപ്രവൃത്തിയുടെ ദിവസമാക്കണമെന്ന് പ്രാർത്ഥിച്ചു. മതി മറഞ്ഞിരുന്നത് ഇന്ന് വരെയും അതെ ജീവിത പ്രതിസന്ധികളാൽ വലഞ്ഞിട്ട് ഒതുക്കി നിർത്തിയിരിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ആത്മാവ് ചിന്തിപ്പിക്കുന്നത്, ചിലര് പറയുന്ന ഞാൻ അവിടെ തന്നെ അങ്ങ് ഇരുന്നാ മതിയെന്ന, ഒരു പൂണിക്കകത്തിരുന്നാൽ മതിയെന്ന. അല്ല. We need a thirsty generation for His Spirit. ആത്മാവിനായി ദാഹിക്കുന്ന ഒരു ജനറേഷനെ വേണം. ആത്മാവിനായി ദാഹിക്കുന്ന ഒരു ജനറേഷനെ വേണം. അതിന് മറഞ്ഞിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നതാണ്. പുറത്തു വരാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് പകൽ പുറത്തു വന്നേ പറ്റത്തുള്ളൂ. സ്തുതിച്ചു തുടങ്ങിക്കോ. ദൈവത്തോട് സംസാരിച്ചു തുടങ്ങ്. നിങ്ങളെ വിരൽ ചൂണ്ടി പരിശുദ്ധാത്മാവ് പറയുന്നു, അപ്പോയിന്റഡ് ടൈം, ദൈവത്തിന്റെ എക്സാക്ട് ടൈം. പുറത്തു വരാൻ സമയമാകുമ്പോൾ എത്ര നടക്കത്തില്ലെന്ന് പറഞ്ഞാലും എന്നെ ഇങ്ങനെ ആത്മാവ് കാണിക്കുന്നു. യോസേപ്പ് പറഞ്ഞു, ഗൂഢമായിട്ട് അവളെ ഉപേക്ഷിച്ച് കളഞ്ഞേക്ക, ആരും അറിയാതെ ഉപേക്ഷിച്ച് കളഞ്ഞേക്ക, ആരും അറിയാതെ പോലും, ആരും ചിന്തിക്കാതെ പോലും. ഇനിയും വേണ്ട, ഇനി ആ വിഷയമില്ല. അതെ, മറഞ്ഞിരിക്കുന്നതിന് ദൈവത്തിന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയോ? അതെ, അതങ്ങ് വിട്ടുകളഞ്ഞേക്ക. ഇല്ല, പൊടി കെട്ടിയെടുത്തോ. ചില സാക്ഷ്യങ്ങളെ ഇവിടെ കേൾപ്പിച്ചതുപോലെ പ്രാർത്ഥനയുടെ മറുപടിക്ക് പൊടി തട്ടി എടുക്കുന്നത് പോലെ, പുതിയ അധ്യായം തുറക്കുന്നത് പോലെ ഒരു ദൈവപ്രവർത്തിക്കായിട്ട് ഏൽപ്പിച്ചേ. യേശു കർത്താവിന്റെ നാമത്താൽ. അപ്പോൾ ഒരു ബ്രാക്കറ്റ് പീരീഡ്. അവനെന്നെ മറച്ചു, അവനെന്നെ ഒളിപ്പിച്ചു. അപ്പൊ ഈ കാറ്റഗറിയിലുള്ള എത്ര പേരുണ്ട്? ഞാൻ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. യെസ്, ഞാൻ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ദൈവം ഉപയോഗിച്ച മനുഷ്യനെ
ലോകം ഇതുവരെ കണ്ടിട്ടില്ല. യെസ്, ദൈവം ഉപയോഗിച്ച മനുഷ്യനെ ലോകം ഇതുവരെ കണ്ടിട്ടില്ല. ആ കൂട്ടത്തിൽ ഒരാളായി മാറുവാൻ ഒരു വില്യം കേറിയെ പോലെയോ അല്ല, ഒരു റെയ്നാഡ് ബോങ്കയെ പോലെയോ ഒരു യോങ്കിച്ചോയെ പോലെയോ ലോകം അറിയപ്പെടത്തക്ക നിലയിൽ ഒരഭിഷക്തനായി മാറുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ദൈവത്തിന് അതിന് കഴിയും. ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങാമോ? ഈ കാലഘട്ടത്തിൽ അതാണ് ആവശ്യമായിട്ടിരിക്കുന്നത്. ദൈവം ഉപയോഗിക്കുന്നവരായി മാറണം. എന്തിനാ ഒളിപ്പിക്കുന്നത്? എന്തിനാ മറയ്ക്കുന്നത്? ഞാൻ പരിമിത സമയത്തിൽ ആ ചിന്തകൾ കൈമാറട്ടെ. എന്തിനാ ഒളിപ്പിക്കുന്നേ? എന്തിനാ മറയ്ക്കുന്നേ? ഞങ്ങളുടെ നാട്ടിലെ കാര്യം പറഞ്ഞാൽ നല്ല വാളംപുളിയൊക്കെ കിട്ടും. ക്ഷമിക്കണം, വാളംപുളിയല്ല, കൊടംപുളി. അത് നല്ല പരുവത്തിലാക്കി അത് അല്പം എണ്ണയൊക്കെ പുരട്ടി ഉപ്പുമൊക്കെ തേച്ച് അതിങ്ങനെ മാറ്റിവെച്ചേക്കും. ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അത് എടുക്കുന്നത്. 1, 2, 5 കൊല്ലം ഇരുന്നാലും അത് കേടാകത്തില്ല, അത് പൂപ്പ് പിടിക്കത്തില്ല. അത് നല്ലവണ്ണം ഉണക്കി അത് നല്ല നിലയിലെടുത്ത് വൃത്തിയായിട്ടെടുത്ത് വെള്ളം പിടിക്കാതെ എടുത്ത് വെക്കുന്തോറും അതിൻ്റെ ടേസ്റ്റ് കൂടും. മീൻകറിയുടെ രഹസ്യം എന്താണെന്നറിയാമോ? നല്ല തോട്ടുപുളിയുടെ ചാറ അത് കൂട്ടിയുള്ള, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ പിൻപിലുള്ള രഹസ്യം. പോട്ടെ, അത് വീര്യം കൂടി അത് ഉപയോഗിക്കാൻ തയ്യാറായത് എന്താണെന്നറിയാമോ? അത് പഴകാൻ വെച്ചത് കൊണ്ടാ. സഹോദരിമാര് പറയാറില്ലേ, പഴകിയതാണോ പുതിയതാണോ എന്ന്? അല്ല, മുന്തിരിയുടെ അനുഭവം ഒന്ന് നോക്കിക്കേ. മുന്തിരി പഴകാൻ വെക്കും തോറും അതിൻ്റെ വീര്യം വർദ്ധിക്കുകയാണ്, അത് പുതിയ വീര്യമുള്ളതാകുകയാണ്. അങ്ങനെയാണെങ്കിൽ മറച്ചു വെക്കുന്നത് എന്തിനാണ്? ഉപയോഗിക്കാനാണ്, ശ്രേഷ്ഠമായി ഉപയോഗിക്കപ്പെടാനാണ്. ദൈവത്തിന് കൊള്ളാവുന്നവരായി ഉപയോഗിക്കപ്പെടുവാനായിട്ടാണ്. രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, സ്നാനപ്പെട്ട ദൈവവൈതലേ, അഭിഷേകമുള്ള ദൈവവൈതലേ, ഞാൻ നിങ്ങളെ നോക്കി ഒരു പ്രവചനം വിളിച്ചു പറയുകയാണ്. നിങ്ങൾ സാധാരണക്കാരല്ല, നിങ്ങൾ അസാധാരണ ശക്തി അകത്തുള്ളവരാണ്. ദൈവത്തിന്റെ കൈയുടെ നിഴലിലാണ് നിങ്ങളെ ദൈവമാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ്? ദൈവത്തിന്റെ കൈയുടെ നിഴലിൽ 2 ദൈവത്തിന്റെ പൂണിക്കകത്ത് ഒരമ്പ് പോലെ, ദൈവത്തിന്റെ പൂണിക്കകത്ത് ഒരമ്പ് പോലെ ദൈവം ആക്കി വെച്ചിരിക്കുന്നു. അത് ഉറപ്പുള്ളവരാ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, ഞാൻ ദൈവത്തിന്റെ കൈയുടെ മറവിലാണ്, ദൈവത്തിന്റെ പൂണിയുടെ അകത്താണ് എന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ഉപയോഗിക്കപ്പെടാൻ വേണ്ടി ദൈവത്തിന്റെ കൈയുടെ മറവിൽ എന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ പൂണിക്കകത്ത് എന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ അശക്തനല്ല, മറിച്ച് ഞാൻ ശക്തനാണ്. എന്തുകൊണ്ടെന്ന് ദൈവത്തിന്റെ കൈയുടെ നിഴലിലാണ് എന്നെ മറച്ചിരിക്കുകയാണ്, ദൈവത്തിന്റെ പൂണിക്കകത്ത് ഒളിപ്പിച്ചിരിക്കുകയാണ്. യെസ്, അറ്റ് ദ റൈറ്റ് ടൈം ഗോഡ് വിൽ യൂസ്. യെസ്, അത് തക്ക സമയത്ത് അവനത് ഉപയോഗിക്കും, തക്ക സമയത്ത് അവനത് പുറത്തെടുക്കും. വിശ്വസിച്ചു സ്തോത്രം പറഞ്ഞു ദൈവ ശക്തി പുറപ്പെട്ടു. അവന്റെ പ്രവൃത്തിയുടെ വെളിപ്പെടട്ടെ, മൂർച്ച വർദ്ധിപ്പിച്ച് പുറത്തു വരട്ടെ. ദൈവവൈതലിന്റെ ശക്തി മനസ്സിലായോ? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവവൈതലേ,
അഭിഷേകമുള്ള ദൈവപൈതലേ, ദൈവത്തിൻ്റെ കൈയുടെ നിഴലിൽ വെച്ചിരിക്കുക. ദൈവത്തിൻ്റെ പൂണിക്കകത്ത് മറച്ചു വെച്ചിരിക്കുന്നു. ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ആ പദം എടുക്കുന്നു. യൂസ് ഫോർ ഹിസ് കിങ്ഡം, ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ. കഴിഞ്ഞ ദിവസം അന്തം ഞാനൊരു ചിന്ത പറഞ്ഞിരുന്നു. ശൗലോ മേൽക്കുമേൽ ശക്തിപ്പെട്ട, മേൽക്കുമേൽ ശക്തിയോട് ഉപയോഗിക്കേണ്ടതിന് വേണ്ടി, അതെ, ഓരോ വാളുകളായി, മിനുസമുള്ള വാളുകളായി, മൂർച്ചയുള്ള വാളായി, ഭൂമിയിലെ മിനുക്കി അമ്പായിട്ട് ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. ഇതൊരു വിശ്വാസിയായിട്ട് ഞാനൊന്ന് ബന്ധിപ്പിക്കുകയാണ്. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാകുന്നെങ്കിൽ എനിക്കറിയത്തില്ല എത്രത്തോളം പറയാൻ പറ്റുമെന്ന്. യേശുവിനെ പിതാവന്ത ഉപയോഗിച്ചു, തക്ക സമയത്ത് പുറത്തിട്ടു, തക്ക സമയത്ത് വലിച്ചെറിഞ്ഞു, തക്ക സമയത്ത് ഗത്സമനയിലേക്ക് എറിഞ്ഞുകൊടുത്തു, തക്ക സമയത്ത് കാൽവറിയിലേക്ക് എറിഞ്ഞുകൊടുത്തു, തക്ക സമയത്ത് ഗലീലയിലേക്ക് അഭിഷേകവുമായിട്ട് അയച്ചു, പൂണിക്കകത്തുനിന്ന് പുറത്തെടുത്തു. ഒരു മൂർച്ചയുള്ള അമ്പായിട്ട് ഇരുട്ടിൻ്റെ ഗലീലയിലേക്ക് വന്നു, ഗലീലയിലേക്ക് വന്ന് ഗലീലയുടെ ഇരുട്ടിനെ മാറ്റി നഫ്താലി ദേശത്തിന് ഹീനത വരുത്തുന്ന അതേ പ്രദേശത്ത് വല്ലോ ഒരു വെളിച്ചമായി നിന്നു. ദൈവത്തിന് ഉപയോഗിക്കേണ്ടിയ ഒരമ്പായിട്ട് പുറത്തേക്ക് യേശുവിനെ ഇട്ടെങ്കിൽ നിങ്ങൾ കേവലം ഒരു വിശ്വാസിയായിട്ട് ഇവിടെ ഇരിക്കരുത്. അഭിഷേകമുള്ള വിശ്വാസിയാകണം, ആത്മതലം വെളിപ്പെടുത്തുന്ന വിശ്വാസിയാകണം. യെസ്, നമ്മളിലുള്ള അധികാരത്തെ തിരിച്ചറിയണം. ഒന്ന് പുറത്തു വരാമോ? പുറത്തു വരാമോ? എനിങ്ങനെ പറയാം, ഈ മൂർച്ചയുള്ള വാളിനും ഈ മിനുക്കി അമ്പിനും ഒരു ചരിത്രം പറയാനായിട്ടുണ്ട്. ഒരു ചരിത്രം പറയാറുണ്ട്. അതുങ്ങളോട് ചോദിച്ചാൽ പറയും, പാസ്റ്ററേ, I am a shapeless iron rod. I was a shapeless iron rod. ഞാൻ ആരായിരുന്നു? ഒരു ഷേപ്പ്ലെസ് അയൺ റോഡ് ആയിരുന്നു. മനസ്സിലായവർക്ക് സ്തോത്രം, മനസ്സിലായവർക്ക് സ്തോത്രം. പക്ഷെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ദൈവപൈതലിനെ നോക്കി ഞാൻ പ്രവചനാത്മാവിൽ പറയുന്നു, നീ ഒരു അയൺ റോഡ് അല്ല. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. യു ആർ നോട്ട് ആൻ അയൺ റോഡ്. നിങ്ങളൊരു കേവലം ഇരുമ്പല്ല. പിന്നെ രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ ആരാ? യേശു അകത്ത് വന്ന ദൈവപൈതൽ ആരാണ്? ഒന്ന് പറ. യേശു അകത്ത് വന്ന ദൈവപൈതൽ ആരാണ്? ഒരു മൂർച്ചയുള്ള വാളാണ്. എ ഷാർപ്പൻ സോഡ്. കരമുയർത്തി ഒന്ന് പറഞ്ഞേ, വിളിച്ചു പറഞ്ഞു, അധികാരത്തോടെ പറഞ്ഞു, നീ ഒരു ഷാർപ്പൻ സോഡാണ്, മൂർച്ചയുള്ള വാളാണ്. രണ്ട്, രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ, സ്നാനപ്പെട്ട ദൈവപൈതൽ, അഭിഷേകം പ്രാപിച്ച ദൈവപൈതൽ ഒരു ഇരുമ്പ് റോഡല്ല, ഇരുമ്പ് ദണ്ടല്ല. ഞാൻ ഇരുമ്പ് ദണ്ടെന്നൊക്കെ പറഞ്ഞ പ്ലേറ്റ്, വണ്ടിയുടെ പ്ലേറ്റ് കണ്ടിട്ടില്ലേ? മനസ്സിലാക്കാൻ പറയാം, വണ്ടിയുടെ പ്ലേറ്റ് കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ ഇരുമ്പ് കഷണം, അത്ര അങ്ങ് ചിന്തിച്ചു. സ്തോത്രം. അത് വലിയ ഉപയോഗമൊന്നും ഇല്ല. പക്ഷേ അതിനെ കൊല്ലൻ്റെ ആലയിൽ കൊണ്ടുപോയി പണിതെടുത്ത മൂർച്ചയുള്ള ആയുധമാക്കിയപ്പോഴാണ് അത് പ്രയോജനമുള്ളതാകുന്നത്, അത് യൂസ്ഫുൾ ആയിട്ട് മാറുന്നത്, അതിനെ ഉപയോഗിക്കാൻ പരുവത്തിനാകുന്നത്. ഷേപ്പ്ലെസ് അയൺ റോഡ് എല്ലാം ഒന്ന് കൈ ഉയർത്തിയാട്ട്. ഷേപ്പ്ലെസ് അയൺ റോഡ്. ചില കൈയൊക്കെ ഉയരുന്നുണ്ട്. ഷേപ്പ്ലെസ് അയൺ റോഡ്. ആരും ഷേപ്പ്ലെസ് അയൺ റോഡ് ആണോ? ചിലരെ കണ്ടിട്ട് ഒരു ഷേപ്പും കാണുന്നില്ല. സ്തോത്രം. പക്ഷെ ഞങ്ങൾക്ക് ഒരു ഷേപ്പും ഇല്ല. ഉള്ള ഈ ഷേപ്പൊക്കെ അങ്ങ് മതി എന്നാ പറയുന്നത്. അല്ല ദൈവപൈതല്ലേ, ദൈവം ഒരു ഷേപ്പാക്കി നിങ്ങളെ മാറ്റിയിരിക്കുകയാണ്. ഒരു കേവലം ഇരുമ്പിൻ്റെ സ്ഥാനത്തല്ല ഇരിക്കുന്നത്. പിന്നെയോ അടിച്ചെടുത്ത് തുകച്ചെടുത്ത് തീക്കാത്തൂടെ വെന്ത് പുറത്തു വന്നു. എനിക്ക് ഒത്തിരി ചിന്തകൾ അവിടെ നിന്ന് പറയണമെന്ന് കണ്ടു കേട്ടോ. ആമേ. നീ പരിശോധനയുടെ വെന്ത് വന്ന് പുറത്തു വന്ന ഒരു അഭിഷക്തനല്ലേ?
അനുഭവത്തിലൂടെ പുറത്തു വന്ന അഭിഷക്തരാ നിങ്ങൾ. തലമുറയെ അനുഭവമുണ്ടോ? അവർക്കറിയത്തില്ല പട്ടിണി എന്താണെന്ന്, അവർക്കറിയത്തില്ല ആഹാരത്തിന്റെ വില എന്താണെന്ന്. അതൊക്കെ നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ളവരാകട്ടോ. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എൻ്റെ മക്കൾ പാല് കുടിച്ചിട്ടില്ല. കാരണം ഒറ്റ കാര്യമേ ഉള്ളായിരുന്നു, പാൽക്കാർക്ക് 30 പൊക്കം പൈസ കൊടുക്കണ്ടേ, അതുകൊണ്ട് മേടിക്കത്തില്ലായിരുന്നു. സ്തോത്രം. അവർ ചിലപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും വീട്ടിൽ വരണം, ഞങ്ങൾക്ക് വല്ലതും കഴിക്കണ്ടെങ്കിൽ. ഞാനിത് ഓർപ്പിച്ച് പറഞ്ഞ എന്താണെന്നറിയാമോ? ഇന്നത്തെ തലമുറകൾക്ക് വില അറിയത്തില്ല, അനുഭവം അറിയത്തില്ല. അവർക്കെല്ലാം കൈവെള്ളയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇങ്ങനെ ഞാൻ ചേർത്ത് പറയാം, അനുഭവമുള്ളവരെ ഇവിടെ ഇരിക്കുന്നത്. കേവലം ഇരുമ്പ് ദണ്ടുകളല്ല, പിന്നെയോ നിങ്ങൾ ശോധനയിലൂടെ പോയിട്ടുള്ളവരാണ്, കഷ്ടതയുടെ കയ്പുനീരിലൂടെ പോയിട്ടുള്ളവരാണ്. ഇപ്പോൾ കാണുമ്പം നല്ല മിനുസമുള്ള നല്ല 1-ാം തരം മുണ്ടും ജുബായും 1-ാം തരം ഡ്രസ്സും സാരി എല്ലാം പടുപട പൊട്ടുന്ന, പക്ഷേ പിൻപിലൊരു ശോധനയുണ്ടായിരുന്നെന്ന് ആത്മാവിന്റെ പകൽ ഓർപ്പിക്കുന്നു. ആ ശോധനകൾക്ക് എത്ര പേര് നന്ദി പറയും? ആ ശോധനകൾക്ക് എത്ര പേര് നന്ദി പറയും? ആ ശോധനകൾക്ക് എത്ര പേര് നന്ദി പറയും? ഓ, ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്ര പേർക്ക് കഴിയും? ദൈവത്തെ സ്തുതിപ്പാൻ എത്ര പേർക്ക് കഴിയും? ഓ, ഇന്നുള്ള ശോധന നൽകുന്ന വേദന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന, വിഷമമുള്ളതെങ്കിലോ വിലയുണ്ടതിനു പൊന്നിലോ, വിഷമമുള്ളതെങ്കിലോ വിലയുണ്ടതിനു പൊന്നിലോ. ശ്വസിക്കും ഞാൻ സദാ, ശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ, അനാദിനാഥനേശു എന്തനാ അന്യനായി ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ, അന്യനായി ഭൂവിലെ ഞാനിങ്ങനെ ചേർത്ത് പറയാം. ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് പാടാൻ കഴിയുമോ? ഇന്നുള്ള ശോധന, അനേക ശോധനകളിലൂടെ കടത്തിവിട്ടാണ് ഞാനും നിങ്ങളും ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഞാനും പ്രിയ ബോബസുമൊക്കെ നിൽക്കുമ്പോൾ തീച്ചൂളയിലൂടെ കടന്നുപോയി, അനേക ശോധനകളിലൂടെ കടന്നുപോയി. ഇന്ന് കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നെങ്കിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഇത് തീയിലൂടെ വന്നതുകൊണ്ടാണ്. ഇന്നുള്ള ശോധനകൾ നൽകുന്ന വേദനകൾ, കടന്നുപോയ വഴിത്താരകൾ, കണ്ണുനീരൊഴുക്കിയ അനുഭവങ്ങൾ, കരഞ്ഞ രാത്രിയെ പകലാക്കിയ അനുഭവങ്ങൾ ഞങ്ങളുടെയൊക്കെ മുൻപിലുണ്ട് കേട്ടോ. ഒത്തിരി കരഞ്ഞു, ഒരുപാട് ഉപവസിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് കരഞ്ഞ അനുഭവങ്ങളുണ്ട്. ഇന്ന് കാണുമ്പോൾ ഒരുപക്ഷെ എല്ലാം അതെ ഉണ്ടെന്ന് തോന്നും. പക്ഷേ ഞാൻ ഇങ്ങനെ ചേർത്ത് പറയാ, ഇന്നുള്ള ശോധന നൽകുന്ന വേദന അത് വിഷമമുള്ളതാണ്. എന്നാൽ അത് പൊന്നിലും വിലയുള്ളതായതുകൊണ്ട് ഇവിടെ നിർത്തിയത്. അനേക ശോധനകളിലൂടെ ജീവിതത്തിൽ കടന്നുപോയപ്പോ അനേകരുടെ കണ്ണുനീരിനാൽ നിർത്തി. ദൈവവൈതലേ, അതല്ലേ അനുഭവം? കടന്നുപോയ അനുഭവങ്ങൾ, കടന്നുപോയ വഴിത്താരകൾ, കടന്നുപോയ വീതികൾ, കടന്നുപോയ നൊമ്പരങ്ങൾ, ഒഴുക്കിയ കണ്ണുനീര് എത്ര വലുതാണയോ വൈതലേ! മറക്കാൻ കഴിയുന്നുണ്ടോ? എത്ര രാത്രികള് വെച്ച ചോറ് കഴിക്കാതെ വിഷമിച്ചു പോയിട്ടുണ്ട്. എത്ര രാത്രികൾ കണ്ണുനീര് കൊണ്ട് ചോറിനകത്തൊഴുക്കി. ഇല്ല, ഒന്നുമില്ലാതെ കഞ്ഞിവെള്ളം മാത്രമെടുത്ത് അതിനകത്ത് ഉപ്പിട്ടിട്ട് അതുമാത്രം ഒരു വച്ച് കൊതിച്ച് കഴിച്ച ദിനങ്ങളില്ലേ ദൈവമക്കളെ? അനുഭവമുള്ളവരെന്ന് സ്തോത്രം പറയാമോ? അതുകൊണ്ട് ഞാൻ പാടിയത്,
ഇന്നുള്ള ശോധന. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പാടാമോ? വേദന, ഇന്നുള്ള ശോധന, കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് വേദന, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ, വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ. അനാദിനാഥനേശുവിൻ ധനം അന്യനാം ഭൂവിലെന്നാൽ, ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. അന്യനാം ഭൂവിലെന്നാൽ, ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. പ്രിയരേ, ഒളിപ്പിച്ചു വെച്ച ഈ വാള്, ഒളിപ്പിച്ചു വെച്ച അമ്പ് തക്ക സമയത്ത് കർത്താവ് പുറത്തെടുക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പുറത്തെടുക്കുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. അതൊരു ഷെയ്പ്പ്ലെസ് ആയിരുന്ന കാലഘട്ടമുണ്ടെങ്കിൽ മതി. ഇനി ഷെയ്പ്പ്ലെസ് ആയിട്ടിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നീ ഒരു ഷെയ്പ്പുള്ളതായിട്ട് വരട്ടെ. ദൈവമക്കൾ ഷെയ്പ്പുള്ളതായി വരട്ടെ, ഉപയോഗിക്കാൻ കൊള്ളാവുന്നതായി വരട്ടെ. ഒന്ന് താരതമ്യം ചെയ്തേ. ദൈവത്തിന്റെ കയ്യിൽ ഒരു പച്ചിരുമ്പായിട്ടാണോ ഇരിക്കേണ്ടത്? ദൈവത്തിന്റെ കയ്യിൽ ഒരു മൂർച്ചയുള്ള വാളും മിനുക്കി അമ്പായിട്ടാണോ ഇരിക്കേണ്ടത്? പറ, എങ്ങനെ ഇരിക്കേണ്ടത്? ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇല്ല, ഒരു പച്ചിരുമ്പായിട്ടല്ല ഞാൻ ഇരിക്കുന്നത്. ഇന്ന് പകൽ ഒരു മൂർച്ചയുള്ള ആയുധമായി എനിക്ക് ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കണം. ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇതാ ഒരു ഷേപ്പിലെ സയൻ റോഡ് ആണെങ്കിൽ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത് ശോധനയിലൂടെ പുറത്തു വന്നതാ. അതുകൊണ്ടാ മൂർച്ചയുള്ളതായത്. നിന്നെ സ്തോത്രം പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? മൂർച്ചയുള്ളത് കൊണ്ടാ, അനുഭവം ഉള്ളത് കൊണ്ടാ. ശോധനയിലൂടെ കടന്നുപോയൊരു സ്തോത്രം പറയും, വേദനയിലൂടെ കടന്നുപോയൊരു സ്തോത്രം പറയും, ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത സ്തോത്രം പറയും, ഉച്ചത്തിൽ ഹല്ലേലൂയ പറയും. കാരണം അടിച്ചു പരത്തി പഴിപ്പിച്ച് അതേ മൂർച്ചയുള്ള വാളാക്കി എടുത്തപ്പോ പിടിച്ചു നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞു, എനിക്ക് സഹിക്കാൻ മേലെന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് പിടിച്ചു നിൽക്കാൻ കൃപ തന്നത്. എനിക്ക് പിടിച്ചു നിൽക്ക കൃപ ഇല്ലെന്ന് പറഞ്ഞു, എന്നാൽ കർത്താവ് കൃപ തന്നത്. ഒരു കാലഘട്ടം അങ്ങനായിരുന്നു. എനിക്ക് വയ്യാന്ന് പറഞ്ഞു, പക്ഷെ കർത്താവ് കൃപ നൽകിയത്. ഇന്ന് പകൽ പച്ചിരുമ്പായിട്ടല്ലിരിക്കേണ്ടത്. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. അടുത്ത 10 മിനിറ്റിൽ ഈ ശുശ്രൂഷ വൈൻഡപ്പ് ചെയ്യും. യെസ്, വളരെ ശക്തമായ ഒരു ദൂത് കൈമാറാൻ പോവുകയാണ്. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർ, ക്ഷീണമുള്ളവർ, ഉറക്കം വരുന്നവരുണ്ട്, എഴുന്നേറ്റ് നിന്നോ. എഴുന്നേറ്റ് വന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശു കർത്താവിന്റെ നാമത്തിൽ. അതെ, ഒരു പച്ചിരുമ്പായിട്ടിരിപ്പാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു മൂർച്ചയുള്ള വാള്, ഒരു മൂർച്ചയുള്ള വാള് അത് ഉപയോഗിക്കപ്പെടണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി സ്ട്രെയിറ്റ്. ആ വാള്, ആ അമ്പ് അത് നേരെയായിരിക്കണം, അത് നെവരെയുള്ളതായിരിക്കണം, അത് സ്ട്രെയിറ്റ് ആയിരിക്കണം. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? യെസ്, വിശ്വാസിയെ, ഒരു സ്ട്രെയിറ്റ് ആയി ജീവിതമായിരിക്കണം. യെസ്, ദൈവത്തിന്റെ മുൻപാകെ നമുക്കുണ്ടായിരിക്കേണ്ടത് ഒരു വിശുദ്ധിയുള്ള ജീവിതമായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. ദൈവത്തിന് ഉപയോഗിക്കണമോ? യു ഷുഡ് ബി സ്ട്രെയിറ്റ്. നേരായ വിശുദ്ധ ജീവിതം നയിക്കുന്നവരെയാ ദൈവത്തിന് ഉപയോഗിക്കേണ്ടത്. യെസ്, ഒരു വാളോ ഒരമ്പോ അത് വളഞ്ഞിരിക്കുകയല്ല, മറിച്ച് അത് മൂർച്ചയുള്ളതായിട്ട്
തയ്യാറായിട്ടിരിക്കുകയാണ്, പുറപ്പെടുവാൻ കാത്തിരിക്കുകയാണ്. ഒത്തിരി ചിന്തകൾ പറയാനുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം. ഒരു മിനുക്കി അമ്പ് ഭൂമിയിൽ നിന്നെടുത്ത് പുറത്തേക്ക് എറിയുമ്പോൾ, അമ്പിൽ വെച്ചുകൊണ്ട് അതിനെ ചലിപ്പിക്കുമ്പോൾ, അതെനിക്ക് വയ്യായെന്നും പറഞ്ഞല്ല പോകുന്നത്. പിന്നെയോ ഇവിടെ ഒരു ആരോയുടെ ചിത്രം കാണിക്കാമെങ്കിൽ കാണിച്ചു. ഞാനത് പറയാം. യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ. യെസ്, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി. ഇത് വളരെ വേഗതയിലാണ് ചലിക്കുന്നത്, വളരെ വേഗത്തിൽ ചലിക്കും. ആത്മാവിന് ദൂത് പറയാൻ പറയുന്നു. ലോത്തിന്റെ വീട്ടിലേക്ക് ദൂതന്മാർ വന്ന് ആലോചന പറഞ്ഞപ്പോൾ, അതെ 19-ാം ഉൽപ്പത്തി പുസ്തകത്തിൽ 17-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ, 14 മുതൽ വായിക്കുമ്പോൾ, നിന്റെ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാൻ പറഞ്ഞപ്പോൾ പിള്ളാര് പറഞ്ഞ എന്താണെന്നറിയാമോ? അറിയാവുന്നവര് ചേർന്ന് പറ. അപ്പം കളി പറയുകയാണെന്ന് തോന്നി. അപ്പം കളി പറയുകയാണെന്ന് പിള്ളാര് പറഞ്ഞു. നോ, ജീവരക്ഷയ്ക്കായി ഓടിക്കോളാൻ പറഞ്ഞു. ജീവരക്ഷയ്ക്കായി ഓടിക്കോളാൻ പറഞ്ഞു. അതെ, കളി പറയുകയല്ല. മൂർച്ച കൂട്ടിക്കോ, വേഗത കൂട്ടിക്കോ. അതെ, ആവർത്തിച്ച് ആത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടപെട്ട ദൂതുകൾ ഞാൻ വിളിച്ചു പറയുന്നു. മരണങ്ങൾ ഒഴിഞ്ഞു പോകാൻ ഉണർന്നു. കളി പറയുകയല്ല, കളി പറയുകയല്ല. യെസ്, ലോത്തിന്റെ മക്കൾക്ക് പറയാനുണ്ട്, കളിയാ പറയുന്നെന്ന്. യെസ്, ഇറ്റ്സ് നോട്ട് ജോക്ക്. ഇത് കളിയല്ല പറയുന്നത്. പിന്നെയോ കളിയല്ല പറയുന്നത്. ഏറ്റെടുക്ക്, വേഗത കൂട്ട്, വേഗത കൂട്ട്, കാലിന് വേഗത കൂട്ട്, മൂർച്ച കൂട്ട്. യെസ്, ഉടലി വരക സേരകസ്ഥേ. ജീസസ്. ചലിക്കാൻ വയ്യായോ? ചലിക്കാൻ വയ്യായോ? ചലിക്കാൻ വയ്യായോ? ഒരു നിമിഷം ശ്രദ്ധിച്ചേ. 1-2 മിനിറ്റ് കൂടി. ഈ ആരോ എപ്പോൾ പുറപ്പെടുന്നോ മിനുസമുള്ളതായിട്ടിരിക്കുക. ഞാനും നിങ്ങളും മിനുസമുള്ള അമ്പ. ഇത് പുറപ്പെടാൻ പോവുക. ഇത് വിട്ടാൽ ഇത് വേഗത്തിലാ പോകുന്നത്. സകല മന്ദതയും നിർത്തണം, സകല മന്ദതയും നിർത്തണം. ചിലരുടെ പോക്കും വരവും കണ്ടാൽ ഒച്ച വിശ്വാസിയ. ഒച്ച നീ മലയാളം മനസ്സിലായെങ്കിൽ സ്നെയിൽ ബിലീവർ. സ്നെയിലല്ലേ ഒച്ചിന് പറയുന്നത്? സ്നെയിൽ. ഒച്ചിന്റെ പ്രത്യേകത എന്താ? ഭയങ്കര സ്പീഡിലാ സഞ്ചരിക്കുന്നല്ലേ? പിന്നെ ഹലോ, ഒച്ച വിശ്വാസിയാണോ എന്ന്? ഒച്ച ഒച്ച ഒച്ചിനെ പോലല്ല ആരാധനയ്ക്ക് വരുന്നതും പോകുന്നതും. ആത്മീയ ശുഷ്കാന്തി. സ്റ്റോപ്പ്. വളരെ വേഗതയുള്ളവരാകണം, സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അനങ്ങിയല്ല ആരാധനയിൽ സമയനിഷ്ഠതയും ആത്മീയമാകുന്ന ഉത്സാഹം പ്രാപിച്ച് നീ വേഗതയുള്ളവനാകണം. ഇത് കളി പറയുകയല്ല, വല്ലാത്ത ലോകമാണ്. കളിയല്ല. ഓടി രക്ഷ പ്രാപിക്ക്, ഓടി രക്ഷ പ്രാപിക്ക്, ഓടി രക്ഷ പ്രാപിക്ക്. കളിയല്ല, വേഗത കൂട്ട്, വേഗത കൂട്ട്, വേഗത കൂട്ട്. യേശു കർത്താവിന്റെ നാമത്തിൽ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് വേഗത കൂട്ടാനായിട്ട്? ഒരു മിനിറ്റ് കൂടെ ശ്രദ്ധിച്ചേ. ഒച്ച വിശ്വാസിയുണ്ട്, ഡിയർ വിശ്വാസിയുണ്ട്. മാന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കുതിക്കുക. മിനുസമുള്ള അമ്പ് എടുത്ത് വിട്ടാൽ അത് കുതിക്കുക ചെയ്യുന്നത്.
അത് കുതിക്കും. നമ്മുടെ പല കുതിപ്പ് ഒച്ചുപോല. മനസ്സിലായവർക്കായി സ്തോത്രം. നീ ഒച്ചുപോലെ ഇരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയോ 12 യെരമ്യാവ് പറയുന്നത് ഇങ്ങനാണ്: നീ കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ ഈ കുതിരയോട് നീ മത്സരിച്ച് എങ്ങനെ ഓടും? അടുത്തിരിക്കുന്ന ആളിനോട് ചോദിച്ചേ, നീ കാലാളുകളോട് ഓടിയിട്ട് അതെ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? മത്സരിച്ചോടേണ്ടിയവരെ ഇവിടെ ഇരിക്കുന്ന ചോദിച്ചോ? ഇത് കളിയല്ല പറയുന്നതെന്നേ. ലോത്തിന്റെ പിള്ളാര് പറഞ്ഞ കളിയല്ല. നീ മൂർച്ച കൂട്ടി, വേഗത കൂട്ട്, മന്ദത മാറ്റ്, അഭിഷേകം ജ്വലിപ്പിക്കേ, അഭിഷേകം ജ്വലിപ്പിക്കേ. യെസ്, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, അഭിഷേകം ജ്വലിക്കട്ടെ. ഇത് കളി പറയുകയല്ലെന്നേ. വാ തുറന്ന് एकदम जय उडवली हस्पन रिबलग अंदरे वैडवरवलगडगसिया. ഞാൻ ഈ ചിന്തയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, ഒറ്റ വിശ്വാസിയുണ്ട്, മാൻ വിശ്വാസിയുണ്ട്. അതിന് സങ്കീർത്തനം 18 പറയുന്ന എങ്ങനെയാണ്? അവൻ നിന്റെ കാലിനെ മാൻപയുടെ കാൽക്ക് കുതിച്ചുയരുന്നു. ഇതുപോലെ മിനുസമുള്ള അമ്പ് പായുന്നത് പൂണിയിൽ നിന്ന് പുറത്തെടുത്താൽ ഇത് വേഗതയുള്ളതാകും, ദൈവത്തിന് പ്രയോജനമുള്ളതാകും. അപ്പൊ എനിക്ക് വയ്യ പാസ്റ്ററേ, എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. ഇല്ല, നിന്നെ തനിച്ചല്ല ദൈവം പുറത്തോട്ട് അയക്കുന്നത്. It cannot move. Any arrows cannot move alone. തനിച്ച് മൂവ് ചെയ്യാൻ കഴിയത്തില്ല. But it's move from outside power, from external power. It can move. ഞാൻ വിളിച്ചു പറയട്ടെ, പുറത്തേക്ക് ചലിക്കുക, പുറത്തേക്ക് മൂവ് ചെയ്യുക. അതിന്റെ പുറകിലൊരു ശക്തി വരുമ്പോൾ അത് ചലിക്കും, അത് പോകും. ഈ പകലൊരു ശക്തി നിന്റെ മേലുണ്ട്. ശക്തി പുറപ്പെട്ടു, ശക്തി ഏറ്റെടുക്ക, ശക്തി ഏറ്റെടുക്ക. റദലദലഗഡഗ ശൈനാന്തൽ കൗഡവരവ ഹുരിവലം സരംധരം തുരാദഗൽ ഖഡഗസി. ജീസസ്. അവനെ മിനുക്കി അമ്പാക്കി തന്റെ പൂണിയിൽ ഒളിപ്പിച്ചു. ഒരു വാളായിട്ട എന്നെ മറച്ചു വെച്ചു. ഇല്ല, ഞാൻ പുറത്തു വരികയാണ്, പുറത്തു വരികയാണ്. ഇരയെ പിടിക്കും, ദൂട്ടനെ വീഴ്ത്തും, എന്നെ വേഗത കൂട്ടുന്നു. ആ കാലി ചലിപ്പിച്ചോണ്ട് പറയാ, ഞാൻ വേഗതയുള്ളവനാകും, ഞാൻ ഉത്സാഹമുള്ളവനാകും. എബ്രായർ 10 പറഞ്ഞു, നിങ്ങൾ മന്ദതയുള്ളവരാകാതെ ദീർഘക്ഷമയാല് വിശ്വാസത്താലോ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നവരുടെ അനുകാരികളായി തീരണം. ഇന്ന് മകൾ വിളിച്ചു പറയട്ടെ, വേഗതയൊന്ന് കൂട്ടിക്കേ. ആ പൂണിക്കകത്തെ അമ്പ് പുറത്തെടുത്തു. കർത്താവ് ഉപയോഗിക്കാൻ പോവുക. ശക്തി പുറപ്പെടുന്നു. എനിക്ക് അമ്പായി ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ അതരമൊന്ന് തുറന്ന്, അതെ, അല്പസമയം ദൈവത്തെ ഒന്ന് സകലതും മറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഒരു അമ്പായി മാറട്ടെ. പൂണിയിലെ അമ്പല്ലോ പുറത്തെടുത്ത അമ്പായി മാറട്ടെ. In the name of Jesus. In the name of Jesus. ഒരു പൂണിയിലെ അമ്പല്ലോ മറിച്ച് പുറത്തെടുത്ത അമ്പ്. പൂണിക്കകത്ത് ഒളിച്ചു വെച്ചതല്ല,
പുറത്തെടുത്തത് യൂസ്ഫുൾ ആരോ ദൈവത്തിന് ഉപയോഗിക്കുവോ, സാത്താന്യ മേഖലയെ തകർക്കുവോ, പിശാചിന്റെ കോട്ടകളെ ഇടിപ്പാനുള്ള ശക്തി ആ കരമൊന്നടിച്ച് ഇത് കളി പറയുകയല്ല. ദൈവത്തെ സ്തുതിച്ചോ. അന്യാരോധന ബന്ധനങ്ങൾ അഴിയട്ടെ, പൈശാചിക പോരുകൾ അഴിയട്ടെ. യെസ്, കരമടിക്കാൻ കഴിയുന്നവർക്ക് കരമടിക്കാം, അതരം ചലിപ്പിക്കാൻ കഴിയുന്നവർക്ക് അതരം ചലിപ്പിക്കാം. ഒരു 2 മിനിറ്റ് കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്ക്. ഉപയോഗിക്കപ്പെടുന്ന ഒരു അമ്പുകളോയെ, യെസ്, ദൈവത്തിന് പ്രയോജനമുള്ളവരോയെ, ശക്തി ജ്വലിപ്പിക്കുന്നവരോയെ, മാറട്ടെ, അഭിഷേകം ജ്വലിപ്പിക്കട്ടെ. പിതാവേ, സാന്നിധ്യം വെളിപ്പെടേ സ്തോത്രം. ജനത്തെ ഉപയോഗിക്കുന്നതിന് സ്തോത്രം. ഭൂമിയിൽ നിന്ന് പുറത്തെടുക്കുന്നതിന് സ്തോത്രം. ദൈവപ്രവൃത്തി അയക്കുന്നതിന് സ്തോത്രം. ശക്തി പുറപ്പെടുന്നതിന് സ്തോത്രം. അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കുന്നു. ശക്തി പുറപ്പെടട്ടെ. മിനിക്ക് അമ്പുകളാകട്ടെ. ഞങ്ങളെ തന്നെ ഉപയോഗിക്കണമേ. ശക്തി പുറപ്പെടുന്നതിനായി സ്തോത്രം. ദൈവപ്രവൃത്തി അയക്കുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ കരം ചലിക്കുന്നതിനായി സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പാടായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കുന്നു. മൂർച്ച വർദ്ധിക്കട്ടെ, ശക്തി വർദ്ധിക്കട്ടെ, മിനിസം വർദ്ധിക്കട്ടെ. കർത്താവിന് ഉപയോഗമുള്ളവരാകട്ടെ. വിശ്വസിച്ച കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ യഥാസ്ഥാനങ്ങളിൽ ഇരിക്കാമല്ലോ. ഒരു നിമിഷം കൂടി കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ കർത്താവേ, എന്നോടാ സംസാരിച്ചത്. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? കർത്താവ് എന്നോട് ഇടപെട്ടു, എൻ്റെ ജീവിതത്തോട് ഇടപെട്ടു. ആത്മാവ് പറഞ്ഞത് കളിയല്ല, കളി പറയുകയല്ല. പ്രാർത്ഥിച്ചോണം. മൂർച്ച കുറയ്ക്കണ്ട. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ആത്മനിയോഗത്താ, അതെ, ആരുടെയും പേര് പറയുന്നില്ല, ആത്മാവ് നിയോഗിക്കുന്ന ഒരു സഹോദരന്മാർ, പിതാക്കന്മാരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ട്.